2019 കാര്യങ്ങളെ സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന പലരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ ദേവസ്വം വിജിലൻസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, സ്മിത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതെല്ലാം പരിശോധിക്കാനാണ് പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചിരിക്കുന്നത്. അവർ പരിശോധിക്കട്ടെ. ആയിരിക്കാം അല്ലാതിരിക്കാം. ഞാൻ പറയുന്നത് ഈ ദുരൂഹതയുണ്ട്, അതിൽ കാര്യങ്ങൾ പ്രശ്നമുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ടീം വരുന്നത്. അപ്പോൾ ദുരൂഹത ഉണ്ടായിരുന്നല്ലോ ഉറപ്പാണ്. അപ്പം അവിടെ ഉണ്ട്, ലോക്കറിലുണ്ട്. ശബരിമല ലോക്കറിലുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും, ഉണ്ടാകും. അത് ഞാൻ റിപ്പോർട്ടർ നമ്മുടെ തിരുവാഭരണ കമ്മീഷനോട് ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഒരു സംശയമില്ല. ഞാനിപ്പോൾ ഇത്തരം ലോക്കറിലൊന്നും കയറി പോയി പരിശോധിക്കേണ്ട ഒരാളല്ല ഞാൻ. അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. സ്വാഭാവികമായും ഇതിനെ സംബന്ധിച്ച് ആത്യന്തികമായ റിപ്പോർട്ട് തരേണ്ടതാരാ? തിരുവാഭരണ കമ്മീഷനാണ്. തിരുവാഭരണ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശോധിക്കേണ്ടതാരാ? ദേവസ്വം കമ്മീഷണറല്ലേ? അല്ല, ആണെങ്കിൽ പോലും ഇതൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോയി പരിശോധിക്കാൻ പറ്റുമോ? അതിനാണല്ലോ ഓരോ സ്ഥാനത്തും പരിശോധിക്കാൻ വേണ്ടി കേൾക്കൂ ഒരു ഉദ്യോഗസ്ഥനുള്ളത്. ആ ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു, തിരുവാഭരണ കമ്മീഷണർ, ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കൃത്യമായി അവിടെ ഉണ്ട് എന്നാണ്. എന്താണ് അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? ആര് കൊടുത്ത റിപ്പോർട്ടിന്റെ കാര്യം പറയുന്നത്? അല്ല, എനിക്ക് RG രാധാകൃഷ്ണൻ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. RG രാധാകൃഷ്ണൻ അതിനുശേഷം ഒരു റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തിരുന്നോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. SP പോലീസ് ഇപ്പോൾ വിജിലൻസ് SP കൊടുത്ത റിപ്പോർട്ടിൽ അത് പറഞ്ഞിട്ടില്ല. അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. എനിക്കതൊന്നും അറിയില്ല, കാരണം അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിലാണെന്നും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണെന്ന് അയച്ചതെന്നും ഒക്കെ പറയുന്നു. അതിനെ സംബന്ധിച്ച് ഇന്നലെ SP കൊടുത്ത റിപ്പോർട്ടിലുമുണ്ട്. അതൊക്കെ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അന്വേഷിച്ച് വ്യക്തമായ വിശദമായ അന്വേഷണം നടത്തി കണ്ടെത്തട്ടെ. ഞാനത് പറയേണ്ട ആളല്ലല്ലോ സ്വാഭാവികമായും. കാരണം അന്വേഷണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് ആധികാരികമായ അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഏതാ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഞാനെങ്ങനെ പറയും? സ്വാഭാവികമായും തിരികെ തന്നില്ലേ എന്നൊക്കെ ഞാൻ പറയാൻ ആളല്ലല്ലോ. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളല്ലേ. അതിനാണല്ലോ സുശക്തമായൊരു ടീമിനെ വച്ചിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഈ ഭഗവാന്റെ ഒരു തരി പൊന്നായാലും സ്വർണമായാലും കട്ടുകൊണ്ടുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും കാഴ്ചപ്പാട്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ദേവസ്വം വകുപ്പ് മന്ത്രിയും സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത്. കോടതി അതനുസരിച്ച് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞങ്ങൾക്ക് തരികയും ചെയ്തു. അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്തു. നിങ്ങൾ വീണ്ടും വാതിൽ നിൽക്കില്ലെന്നേ. വാതിലൊക്കെ പരിശോധിക്കേണ്ട ആളുകൾ തിരുവാഭരണ കമ്മീഷണറല്ലേ. ഞങ്ങൾ ആ കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് തരികയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വാതിലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇട്ട് പോയി എനിക്കറിയില്ല. എനിക്ക് തിരുവാഭരണ കമ്മീഷണർ തരുന്ന റിപ്പോർട്ടല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.